നമസ്കാരം. പ്രണയത്തിന്റെ പേരിൽ ജീവൻ ഒടുക്കേണ്ടി വന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ് ഇന്ന് കേരളം ഒന്നടക്കം ചർച്ച ചെയ്യുന്നത്. സോന എന്ന് പറയുന്ന പെൺകുട്ടി. പഠനകാലം മുതൽ തന്നെ ഇരുവരും പ്രണയത്തിലായിരുന്നു. പ്രണയിതാവ് ഇമോറൽ ട്രാഫിക്കിന് പിടിക്കപ്പെട്ടു. പക്ഷേ അതും അവൾ ക്ഷമിച്ചു. ജീവനുള്ള കാലത്തോളം എനിക്ക് അവനോട് ഒപ്പം തന്നെ ജീവിക്കണം. ഞാൻ അത്രയ്ക്ക് അവനെ സ്നേഹിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി എൻ്റെ മുന്നിലുള്ള ആകെ ഒരു മാർഗം എന്ന് പറയുന്നത് എൻ്റെ ജീവൻ ഇല്ലാതാക്കുക എന്നത് മാത്രമാണ്. ആ പെൺകുട്ടി മരിക്കും മുമ്പ് തൻ്റെ അമ്മയെ അറിയിച്ച കാര്യമാണത്. താൻ വിശ്വസിച്ച് ഇറങ്ങിച്ചെന്ന ചെറുപ്പക്കാരൻ തന്നോട് കാണിച്ച അനീതിക്ക് ക്ഷമ കൊടുത്തിട്ടും ആ ചെറുപ്പക്കാരൻ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. നിമിഷങ്ങൾക്കുള്ളിലാണ് പഠനകാലം മുതൽ തന്നെ കൂടെ കൊണ്ട് നടന്ന പെൺകുട്ടിയോടുള്ള രീതികൾക്ക് അവൻ മാറ്റം വരുത്തിയത്. തൻ്റെ വീട്ടിൽ അവൾ കയറി ചെന്നു എന്ന് മനസ്സിലാക്കിയതോടെ, തൻ്റെ വീട്ടിൽ അവൾ എത്തിക്കഴിഞ്ഞു എന്ന് ഉറപ്പായതോടെ അവൻ അവളെ മതപരിവർത്തനം നടത്താനടക്കം ശ്രമിച്ചു. അതിനുവേണ്ടി ആ ചെറുപ്പക്കാരനും ആ വീട്ടിലുള്ള ആളുകളുമൊക്കെ ചേർന്നുകൊണ്ട് ആ പെൺകുട്ടിയെ അതിക്രൂരമായിട്ട് മാനസികമായും ശാരീരികമായിട്ടും ഉപദ്രവിച്ചു തുടങ്ങി. ഒടുക്കം വീട്ടുകാരോടൊക്കെ അവരുടെയൊക്കെ ഇഷ്ടങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് താൻ സ്നേഹിച്ച പുരുഷനൊപ്പം ഇറങ്ങിച്ചെന്നിട്ട് ഇതാണല്ലോ ഗതി എന്നോർത്ത് അവൾ അവളുടെ ജീവൻ ഒടുക്കുകയായിരുന്നു. 1953 ഒരു പ്രണയപ്പക അല്ലെങ്കിൽ ഒരു പ്രണയ കൊലപാതകം, അതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തത്. സുമതി വളവ് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് എങ്ങനെയാണ് ആ ഒരു പേര് വന്നതെന്നും അതിന്റെ പിറകിലുള്ള കൊലപാതക കഥ എന്താണ് എന്നതൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്. അവിടെയും സമാന രീതിയിൽ തന്റെ കാമുകനെ വിശ്വസിച്ചിറങ്ങിച്ചെന്ന ഒരു പെൺകുട്ടിയുടെ ദയനീയാവസ്ഥ തന്നെയായിരുന്നു കണ്ടത്. 19 വയസ്സുകാരിയായിട്ടുള്ള പെൺകുട്ടി ഗർഭിണിയായിരുന്നു. അവളെ വിവാഹം കഴിക്കണം എന്നുള്ള സാഹചര്യത്തിലെത്തിയപ്പോഴാണ് രത്നാകരൻ എന്ന് പറയുന്ന കാമുകൻ തന്റെ കാമുകിയെ കൊല ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നത്. ആരുമില്ലാത്ത ഒരു പറമ്പിൽ അല്ലെങ്കിൽ ഒരു കാട്ടിൽ, ആരും ശ്രദ്ധിക്കില്ലെന്നുറപ്പുള്ള ഒരു കാട്ടിലേക്ക് അവളെയും കൂട്ടിക്കൊണ്ടുപോയി അവിടെ വച്ച് അവളുടെ കഴുത്തറത്ത് കൊന്ന, മുട്ടറ്റ മുടിയുള്ള അവളുടെ ശരീരം അവിടെ മരത്തിന്റെ സമീപത്തായി ചാരി വെച്ച് രക്ഷപ്പെട്ട കൊലപാതക കഥ. അന്നും നമ്മൾ കണ്ടത് സമൂഹത്തിൽ എങ്ങനെയാണ് ഒരു വേലക്കാരിയെ തന്റെ ഭാര്യയായി കൊണ്ടുപോകുക എന്നുള്ള ഒരു ചെറുപ്പക്കാരന്റെ പ്രശ്നം തന്നെയായിരുന്നു. ഇന്നിപ്പോൾ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇവിടെ സോന എന്ന പെൺകുട്ടി മരണപ്പെടുന്നു എന്ന് പറയുമ്പോഴും സമൂഹത്തിൽ തന്റെ മതത്തിലല്ലാത്തൊരു പെൺകുട്ടിയെ എങ്ങനെ എന്ന് ചിന്തിക്കുന്ന ചില ആളുകളുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണിത്. സ്നേഹിക്കുമ്പോൾ അവന് കൃത്യമായി അറിയാമായിരുന്നു അവൾ മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ അവൾ മറ്റൊരു മതത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണെന്ന്. അന്നൊന്നും അവനില്ലാത്ത പ്രശ്നമാണ് പിന്നീട് ആ പെൺകുട്ടി തന്നെ വിശ്വസിച്ച് തന്റെ വീട്ടിലേക്ക് ഭാര്യയായി കയറി വന്നപ്പോൾ ഉണ്ടായത് എന്നുള്ളതാണ്. എന്തായാലും വീട്ടിലെത്തിയപ്പോൾ സോന വീട്ടിലേക്ക് എത്തിയപ്പോൾ റമീസിന്റെ സ്വഭാവം മാറി. അതിൽ മനംനൊന്ത് ആ പെൺകുട്ടി ജീവനൊടുക്കിയിരിക്കുകയാണ്. എറണാകുളം കോതമംഗലത്താണ് TTI വിദ്യാർത്ഥിയായിട്ടുള്ള സോന എൽദോസ് എന്ന് പറയുന്ന 23 വയസ്സുകാരി കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തത്. സംഭവത്തിൽ സുഹൃത്ത് റമീസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ആത്മഹത്യ പ്രേരണയ്ക്കും ശാരീരിക ഉപദ്രവത്തിനുമാണ് റമീസിനെതിരെ കേസെടുത്തിരിക്കുന്നത്. സോനയുടെ ആത്മഹത്യാ കുറിപ്പിൽ റമീസിനും കുടുംബത്തിനുമെതിരെ അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് പോലീസ് നടപടി. റമീസിന്റെ വീട്ടുകാരെയും പ്രതി ചേർക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഒറ്റ പേജ് കുറിപ്പ്, ആത്മഹത്യാ കുറിപ്പ് സോന എഴുതുമ്പോൾ അവളുടെ നിസ്സഹായ അവസ്ഥകളൊക്കെ ആ വരികളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം വർഷങ്ങളുടെ വിശ്വാസമാണ് അവിടെയെല്ലാം തകർന്നടിഞ്ഞിരുന്നത്. വടിവത്ത അക്ഷരത്തിൽ തീയതി അടക്കം രേഖപ്പെടുത്തിക്കൊണ്ടാണ് അവസാന മണിക്കൂറിൽ സോന തെളിവുകൾ രേഖപ്പെടുത്തിയത്. ശനിയാഴ്ചയാണ് മൂവാറ്റുപുഴ ഗവൺമെന്റ് TTI വിദ്യാർത്ഥിനിയും കോതമംഗലം കറുകടം ഞാഞ്ഞൂൾമല കടിഞ്ഞുമ്മൽ പരേതനായ എൽദോസിന്റെ മകളുമായ സോന എന്ന് പറയുന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്. പുറത്തു പോയിരുന്ന അമ്മ ബിന്ദു ശനിയാഴ്ച ഉച്ചയ്ക്ക് 3-ന് തിരിച്ചെത്തിയപ്പോഴാണ് മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കുഞ്ഞിനെ കണ്ടത്. 3 മാസം മുൻപാണ് സോനയുടെ പിതാവ് എൽദോസ് മരിച്ചത്. ഇനി ആ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്ന കാര്യങ്ങളാണ് ഏറ്റവും അസഹനീയം. ഇങ്ങനെ ചതിക്കപ്പെട്ട് ജീവിക്കാൻ എനിക്ക് സാധിക്കില്ല.
ഇമോറൽ ട്രാഫിക്കിന് പിടിച്ച റമീസിനോട് ഞാൻ ക്ഷമിച്ചിരുന്നു. പക്ഷെ അവൻ വീണ്ടും വീണ്ടും എന്നോട് സ്നേഹമില്ല എന്ന് തെളിയിച്ചു. എല്ലാം മറന്നിറങ്ങിച്ചെന്ന് എന്നോട് മതം മാറാൻ നിർബന്ധിച്ചു. രജിസ്റ്റർ മാരേജ് നടത്തി തരാമെന്ന് വ്യാജേനെ അവന്റെ വീട്ടിലേക്ക് എത്തിച്ചു. കുടുംബക്കാരെ കൊണ്ട് മതം മാറിയ കല്യാണം നടത്താമെന്ന് അവൻ പറയിപ്പിച്ചു. റമീസ് ചെയ്ത തെറ്റുകൾ അവന്റെ വീട്ടിൽ ഉമ്മയും ഉപ്പയും അറിഞ്ഞിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്തത് എനിക്ക് അവരോട് അകൽച്ചയുണ്ടാക്കി. ഒരു കൂട്ടുകാരൻ എന്റെ കൂടെ വരാമെന്ന് പറഞ്ഞ റമീസിനെ പിന്തിരിപ്പിച്ചു. വീണ്ടും എന്നെ തിരിച്ച് വീട്ടിലേക്ക് എത്തിച്ചു. മതം മാറാൻ സമ്മതിച്ച എന്നോട് പിന്നീട് റമീസും കൂട്ടുകാരും കുടുംബക്കാരും ക്രൂരത തുടർന്നുകൊണ്ടേയിരുന്നു. മതം മാറിയാൽ മാത്രം പോരാ, തന്റെ വീട്ടിൽ നിൽക്കണമെന്നും കർശനമായ അയാൾ പറഞ്ഞിരുന്നു. അവൻ ചെയ്ത തെറ്റിന് ഒട്ടും തന്നെ കുറ്റബോധമോ എന്നോട് സ്നേഹമോ റമീസിൽ പിന്നീട് ഞാൻ കണ്ടിട്ടില്ല. എന്നോട് മരിച്ചോളാൻ റമീസ് സമ്മതം നൽകി. വീട്ടിലിനിയും ഒരു ബാധ്യതയായി നിൽക്കാൻ സാധിക്കില്ല. അപ്പന്റെ മരണം തളർത്തിയ എന്നെ മുകളിൽ പരാമർശിക്കുന്ന വ്യക്തികൾ ചേർന്ന് മരണത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഞാൻ പോകുന്നു. അമ്മയും ചേട്ടനും എന്നോട് ക്ഷമിക്കണം. ഞാൻ അപ്പന്റെ അടുത്തേക്ക് പോകുകയാണ്. സോനയുടെ ആത്മഹത്യാക്കുറിപ്പാണ് ഇത്. ആത്മഹത്യ ചെയ്തോളാൻ വാട്സപ്പ് ചാറ്റും ഇയാൾ നടത്തിയതായിട്ട്, അതായത് ആത്മഹത്യ പ്രേരണ നടത്തിയതായിട്ടുള്ള തെളിവുകളും പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. അത് മാത്രമല്ല, സോന പറയുന്ന ആരോപണങ്ങൾ അത് ശക്തമായിട്ട് തെളിവ് സഹിതം നിരക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. സോനയെ മർദ്ദിച്ചതിന് തെളിവായി വാട്സപ്പിൽ ചാറ്റുകളും പോലീസ് കണ്ടെടുത്തിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. താൻ ആത്മഹത്യ ചെയ്യുമെന്ന് സോന പറയുമ്പോൾ ചെയ്തോളാനായിരുന്നു റമീസ് എന്ന് പറയുന്ന ആ കാമുകന്റെ മറുപടി. കോളേജിൽ സഹപാഠികളായിരുന്ന സോനയും റമീസും വിവാഹം കഴിക്കുന്നത് സംബന്ധിച്ച് വീടുകളിൽ ആലോചന നടന്നിരുന്നു. മതം മാറിയാൽ മാത്രമേ വിവാഹം നടക്കൂ എന്ന് റമീസിന്റെ വീട്ടുകാർ അറിയിച്ചതാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ വലിയ സാഹചര്യമൊരുക്കിയത്. റമീസിന്റെ വീട്ടുകാർ മതം മാറിയാൽ വിവാഹം കഴിക്കാമെന്ന് അറിയിച്ചതോടെ ഇതിന് തങ്ങൾ സമ്മതിച്ചെന്നാണ് സോനയുടെ സഹോദരൻ ബേസിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്നാൽ അസാൻമാർഗിക പ്രവർത്തിക്ക റമീസിനെ എറണാകുളത്തെ ഒരു ലോഡ്ജിൽ നിന്ന് പിടികൂടിയതിനു ശേഷം മതം മാറാൻ തയ്യാറല്ലെന്ന് സോന അറിയിച്ചതായിരുന്നു. സോനയുടെ മരണത്തിൽ പ്രതികരിച്ചപ്പോൾ കത്തോലിക്ക കോൺഗ്രസ് അടക്കം രംഗത്തെത്തുന്നുണ്ട്. കേസ് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നാണ് കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. സോനയുടെ കത്തിലെ വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. പ്രണയം നടിച്ച് മതം മാറ്റാൻ ശ്രമിക്കുന്ന സംഘടിത ലോബി കേരളത്തിലുണ്ട് എന്ന വാദത്തിന് ശക്തി പകരുന്നതാണ് സോനയുടെ കത്ത് എന്നാണ് കത്തോലിക്ക കോൺഗ്രസ് ആരോപിക്കുന്നത്. വിവാഹ വാഗ്ദാനം നൽകുകയും ഭീഷണിപ്പെടുത്തുകയും മതം മാറ്റാൻ ശ്രമിച്ചു എന്ന കത്തിലെ വെളിപ്പെടുത്തൽ ഇതിന് പിറകിൽ സംഘടിത സംവിധാനങ്ങളുണ്ട് എന്നതിന്റെ സൂചന നൽകുന്നുണ്ട്. ഇത് തീവ്രവാദത്തിന്റെ മറ്റൊരു മുഖമാണ്. ഒറ്റപ്പെട്ട സംഭവമായി കാണാതെ ഈ സംഭവത്തിൽ ശക്തമായ നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നും കത്തോലിക്ക കോൺഗ്രസ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. കഴിഞ്ഞ ദിവസമാണ് TTC വിദ്യാർത്ഥിയായിട്ടുള്ള സോന എൽദോസ് എന്ന് പറയുന്ന പെൺകുട്ടി വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആൺസുഹൃത്തായ റമീസ് വിവാഹം കഴിക്കാനായി മതം മാറാൻ നിർബന്ധിച്ചെന്നും വിസമ്മതിച്ചപ്പോൾ വീട്ടിലെത്തിച്ച് ക്രൂരമായി മർദ്ദിച്ചു എന്നുമാണ് സോനയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. സോനയും പറവൂർ പാനായിക്കുളത്തെ റമീസും തമ്മിൽ ആലുവ UC കോളേജിൽ പഠിച്ചിരുന്ന കാലം മുതൽ തന്നെ പ്രണയത്തിലായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തുന്നു. പ്രണയം വീട്ടിലറിഞ്ഞപ്പോൾ വിവാഹത്തിന് സോനയുടെ കുടുംബം സമ്മതിച്ചു. എന്നാൽ വിവാഹം കഴിക്കണമെങ്കിൽ മതം മാറണമെന്ന് റമീസും കുടുംബവും നിർബന്ധിച്ചു എന്നത് ആത്മഹത്യാക്കുറിപ്പിലൂടെ വ്യക്തം. സംഭവത്തെ തുടർന്ന് റമീസിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ പരാതിയിലാണ് ഇയാളെ കോതമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ആൺസുഹൃത്ത് റമീസിന്റെ ഉപ്പയെയും ഉമ്മയെയും ഇന്ന് ചോദ്യം ചെയ്യുമെന്നാണ് വിവരം. ഇരുവരെയും കേസിൽ പ്രതികളാക്കാൻ സാധ്യതയുണ്ട്. ഇവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയേക്കും. അതേസമയം റമീസിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്നത് ആലോചനയിൽ ഇല്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. റമീസിനെ കഴിഞ്ഞ ദിവസം രാത്രി റിമാൻഡ് ചെയ്തു. പെൺകുട്ടിയുടെ മുഖത്ത് അടി ഏറ്റതായിട്ടും ചുണ്ടുകൾക്ക് പരിക്കുള്ളതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് പുറത്തു വരുന്നതായിരിക്കും. പെൺകുട്ടിയുടെ ആത്മഹത്യക്ക് കാരണം റമീസിന്റെ അവഗണനയാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. മതം മാറാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് സോനയെ റമീസ് അവഗണിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച മുതൽ വിളിച്ചിട്ടും റമീസ് ഫോൺ എടുത്തില്ല. ഫോണിലൂടെ താൻ മരിക്കാൻ പോകുന്നു
പോകുകയാണെന്ന് റമീസിന് പെൺകുട്ടി വെള്ളിയാഴ്ച മെസ്സേജ് അയച്ചു. പോയി മരിച്ചോളാൻ റമീസ് പ്രതികരണം നൽകി. രജിസ്റ്റർ വിവാഹം കഴിച്ച് വാടക വീട്ടിലേക്ക് താമസം മാറ്റാമെന്ന് പറഞ്ഞെങ്കിലും റമീസ് അതിനെയും അവഗണിക്കുകയായിരുന്നു. ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഒപ്പം തന്നെ നിൽക്കണമെന്ന് നിർബന്ധം പിടിച്ചു. പെൺകുട്ടിക്ക് റമീസിനോട് കടുത്ത പ്രണയമായിരുന്നു എന്നും പോലീസ് പറയുന്നു. റമീസിന്റെ ഫോൺ വിവരങ്ങൾ പെൺകുട്ടിക്ക് അറിയാമായിരുന്നു. റമീസ് ഇന്റർനെറ്റ് വഴി അന്യ സ്ത്രീകളുമായി സെക്സ് ചാറ്റ് നടത്തിയതിന്റെ വിവരങ്ങളും പെൺകുട്ടിക്ക് ലഭ്യമായിരുന്നു എന്നും പോലീസ് വ്യക്തമാക്കുന്നു. ഇതും തമ്മിലുള്ള തർക്കത്തിന് കാരണമായിട്ടുണ്ടാകണമെന്നാണ് പോലീസിന്റെ നിഗമനം. റമീസിനായി ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ നൽകാനാണ് പോലീസിന്റെ തീരുമാനമെന്ന റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു. റമീസിന്റെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്കായിട്ട് അയച്ചിരിക്കുകയാണ്. എന്തായാലും ആ പെൺകുട്ടി മരിച്ചതിനു ശേഷം ആ പെൺകുട്ടിയുടെ മാതാവ് നടത്തിയിട്ടുള്ള ഒരു പ്രതികരണമുണ്ട്. അതിൽ ആ മാതാവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പ്രണയവും പ്രണയ വിവാഹവും അതിനുവേണ്ടി വാശി പിടിക്കുന്ന പെൺകുട്ടികളും അല്ലെങ്കിൽ ആൺകുട്ടികളും അതിനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ പ്രണയത്തിന്റെ പേരിൽ മതം മാറണമെന്നൊക്കെ പറയുമ്പോൾ ഈ നാട്ടിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്ന് ഒരമ്മ സ്വന്തം മകൾ മരണപ്പെട്ടപ്പോൾ ചോദിച്ചിരിക്കുകയാണ്. അവർ നിസ്സഹായരുടെ വക്കിൽ നിന്നാണ് ആ ചോദ്യം ചോദിച്ചതെങ്കിലും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും അധികം ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യം തന്നെയാണത്. ഉത്തരം കിട്ടേണ്ടുന്ന, കൃത്യമായി മനസ്സിലാക്കേണ്ടുന്ന ഒരു ചോദ്യം. പണ്ടത്തെ കാലത്ത് പോലെയല്ല. പണ്ട് ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് പലർക്കും വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല, വിവേചന ബുദ്ധി ഉണ്ടായിരുന്നില്ല, ചിന്തിക്കാനുള്ള കഴിവുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ആ കഴിവ് ആരും ഉപയോഗിച്ചിരുന്നില്ല. പക്ഷെ ഇന്നിപ്പോൾ ഒരുപാട് കാലം മാറിയിരിക്കുകയാണ്. ഇന്ന് വിദ്യാഭ്യാസമില്ലാത്ത, ചിന്തിക്കാൻ അവസരമില്ലാത്ത ഒരാൾ പോലും നമ്മുടെ സമൂഹത്തിലില്ല എന്നുള്ളതാണ് വാസ്തവം. വിദ്യാഭ്യാസ മേഖലയിൽ നമ്പർ 1 എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ആ ഒരു കേരളത്തിലാണ് ഇത്തരത്തിൽ ഒട്ടും വിവേചനമില്ലാത്ത കാര്യങ്ങൾക്ക് യുവതലമുറ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത്. എന്തായാലും റമീസിനെതിരെ അതിശക്തമായിട്ടുള്ള നടപടികൾ തന്നെ കൈക്കൊള്ളാനുള്ള സാധ്യതയുണ്ട്. മതപരിവർത്തനം, അതിന് പിന്നാലെ മതപരിവർത്തനത്തിന് റമീസിന് ആരെങ്കിലും എന്തെങ്കിലും പിന്തുണ നൽകിയിട്ടുണ്ടോ, അല്ലെങ്കിൽ റമീസിന്റെ പ്രണയം എന്നത് തന്നെ ഒരു നാടകമായിരുന്നു, അതിനു പിറകിൽ ആരെങ്കിലും എന്തെങ്കിലും സംഘങ്ങളുണ്ടോ, തീവ്രവാദം എന്ന് പോലുള്ള ആരോപണങ്ങൾ ഉയരുമ്പോൾ അതിനൊക്കെ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്നതടക്കം കണ്ടെത്തേണ്ടതുണ്ട്. അതിന്റെ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിലാണ് പോലീസ്.